ഹലോ നമസ്കാരം. അപ്പോൾ അങ്ങനെ ഇന്ന് കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചില മാറ്റങ്ങളൊക്കെ ഇന്ന് തൊട്ട് വരുവാണ്. അത് പ്രാബല്യത്തിൽ വരുവാണ് ഇന്ന് മുതൽ. അറിയാലോ, മറ്റേ ഗ്രൗണ്ട്, വലിയ ഗ്രൗണ്ടൊക്കെ വേണം. അതൊന്നും ഇതുവരെ ഗവൺമെൻറ് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ എച്ചിന് മുന്നേ വേറെ കുറേ ടെസ്റ്റ് പരിപാടികൾ കാര്യങ്ങളുണ്ട്. അതുപോലെ വാഹനങ്ങൾ 15 വർഷത്തിൽ കൂടുതലായ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ടെസ്റ്റിന്. അത് പല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനങ്ങളും പഴയതാണ്. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ ഗ്രൗണ്ട്, ഇത് ഡ്രൈവിംഗ് സ്കൂൾ അത്രയും വലിയ ഗ്രൗണ്ടൊന്നും, അതായത് സർക്കാർ പറയുന്ന ആ രീതിയിലുള്ള ഗ്രൗണ്ടൊന്നും ഒരു സ്കൂളിനും ഇല്ല. അപ്പോൾ ഓൾറെഡി ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ ഫുൾ കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കുറേ സ്ട്രൈക്കൊക്കെ ആയിരുന്നു. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് വന്ന സമയത്ത് ഒരു ദിവസം 30 ടെസ്റ്റ് മാത്രമായിരുന്നു. പണ്ട് 100 നടക്കുന്ന സമയത്ത് 30. ഇപ്പം പിന്നെ അത് 60 കൊടുത്തിട്ടുണ്ട്. ഒരു മന്ത്രി മാറുന്നൊരു ടൈം കൊണ്ടൊക്കെ ഇതേപോലത്തെ ടെസ്റ്റൊക്കെ കേരളത്തിൽ, അതായത് പ്രാക്ടിക്കലായിട്ട് നടക്കുമോ? മന്ത്രി മാറി അതുപോലെ അപ്പോൾ തന്നെ ടെസ്റ്റ് മാറ്റുക, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. നോക്കാം ഇനി അങ്ങോട്ടേക്ക് എന്താകുന്നു.